എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ പ്രതികരണ വേദിയിൽ ചർച്ച ചെയ്യുന്നത് ലോകസഭയിൽ നടക്കുന്ന പ്രസംഗങ്ങളെ കുറിച്ചാണ്. എന്തായാലും കേരളീയ സമൂഹത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും NK പ്രേമചന്ദ്രനും. നമ്മൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജനപ്രതിനിധിയിൽ നിന്നും കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന ചിലതൊക്കെയുണ്ട്. കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിലെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഒക്കെ ആശാവഹമായ നിലയിലുള്ള ചർച്ചകൾ നമുക്ക് ലോകസഭയിലും രാജ്യസഭയിലും നടക്കണം. എന്തായാലും വളരെ സന്തോഷപൂർണമായ കുറച്ച് ദിനങ്ങളാണ് ലോകസഭയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട MP ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ കേരളത്തെ കുറിച്ച് നടത്തിയ രേഖകൾ ശരിയല്ലെന്നും കേരള വികസനത്തിന് ബഡ്ജറ്റിൽ കാര്യമായിട്ട് ഒന്നും ലഭിച്ചില്ല എന്നും അദ്ദേഹം അക്കമിട്ട് സ്ഥാപിക്കുകയുണ്ടായി. രാഷ്ട്രീയമായ ഒരു വിശകലനത്തിനല്ല നമ്മൾ മുതിരുന്നത്. എങ്കിലും ആദരണീയരായ രണ്ട് കേന്ദ്രമന്ത്രിമാര്, ശ്രീ ജോർജ് കുര്യനും ശ്രീ സുരേഷ് ഗോപിയും ഇന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിലുണ്ട്. വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ആയിരുന്നു കേരളീയ സമൂഹം അവരെ നോക്കിക്കണ്ടത്. ഒപ്പം കേന്ദ്ര ബഡ്ജറ്റിനെയും. സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രിയായപ്പോൾ ഗുരുവായൂര്, മലയാറ്റൂർ, ശബരിമല ഒരു തീർത്ഥാടന സർക്യൂട്ട് ഉണ്ടാകുമെന്നും കുറഞ്ഞ പക്ഷം മെട്രോ തൃശ്ശൂർ വരെയെങ്കിലും നീട്ടുമെന്നും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. ഇതൊരു കടന്ന ആഗ്രഹമൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ പൊഴിയൂരിൽ വന്ന് അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ച് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് ശ്രീ ജോർജ് കുര്യൻ കൈമാറുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമായ എന്തെങ്കിലും പദ്ധതികൾ കേരളത്തിന് ലഭിക്കുമെന്ന്. അതോടൊപ്പം കേരളം പ്രതീക്ഷിച്ച മറ്റൊന്നായിരുന്നു, കൊച്ചിയിലും തിരുവനന്തപുരത്തും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട എന്തെങ്കിലും പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമെന്നുള്ളത്. പക്ഷേ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ബഡ്ജറ്റിൽ വിഭാഗീയമായ ഒരു അംശം കടന്നുകൂടി എന്നതിൽ തർക്കമില്ല. ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും വാരിക്കോരി കൊടുത്തപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം നിഷ്പ്രഭമായി. ജോൺ ബ്രിട്ടാസ് പറയുന്നു, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയെയെങ്കിലും ഓർക്കണമായിരുന്നു. അദ്ദേഹത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി അപമാനിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം വളരെ ശക്തിയുക്തം ലോകസഭയിൽ പറയുന്നതായിട്ട് കേട്ടു. അൺഎംപ്ലോയ്മെന്റിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ സുരേഷ് ഗോപി ചാടിയതിന് മറുപടി പറഞ്ഞത്, ഇനിയും ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റിൽ കാര്യങ്ങളെല്ലാം നടക്കുമെന്നായിരുന്നു. കേരളീയ സമൂഹം സുരേഷ് ഗോപിയോട് വളരെ പ്രത്യാശയോടുകൂടിയാണ് അദ്ദേഹത്തെ ലോകസഭയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ, തൊഴിൽ രഹിതരായ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾക്ക് പ്രത്യാശയുടെ എന്തെങ്കിലും ഒരു കിരണം ഓരോ ബഡ്ജറ്റിലും നടത്തുവാൻ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും കഴിയണം. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് കൂടി അവരെടുക്കണം. സംസ്ഥാന നേതൃത്വത്തിന് കുറ്റകരമായ ഒരു അനാസ്ഥയും ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലോ, ലോക്സഭാ ഇലക്ഷനിലോ, നിയമസഭാ ഇലക്ഷനിലോ കേരളത്തിൽ BJPക്ക് കാര്യമായ വേരോട്ടം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ബഡ്ജറ്റ് പ്രൊവിഷൻസ് ഉണ്ടായേ മതിയാകുകയുള്ളൂ. കേരളത്തിൻ്റെ സമ്പദ് രംഗം വിശാലമാക്കുന്ന IT രംഗത്തും ടൂറിസം രംഗത്തും ഫിഷറീസ് രംഗത്തും ഒക്കെ
വളരെ ക്രിയാത്മകമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം. ഇക്കാര്യത്തിൽ വളരെ ശക്തിയുക്തം വാദിച്ച ജോൺ ബ്രിട്ടാസിനെ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു എം പിയാണ് ഷാഫി പറമ്പിൽ. വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അദ്ദേഹത്തിനുള്ളത്. ആശയവിനിമയ കലയിൽ ഷാഫി പ്രകടിപ്പിക്കുന്ന അദ്വിതീയമായ കഴിവിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടത് വിദേശ മലയാളികളെ പറ്റിയുള്ള, പ്രവാസികളെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ സ്പീച്ചാണ്. അതിഗംഭീരമായിരുന്നു. ഇപ്പോൾ സ്വർണ്ണമടല് നഷ്ടപ്പെട്ട, ശരീരഭാരം കുറവായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഗുസ്തി താരത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അവതരണം അതും വളരെ കൃത്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കേരളീയ സമൂഹം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഉയരുവാൻ ഷാഫി പറമ്പലിനും അതുപോലെ ജോൺ ബ്രിട്ടാസിനും അതുപോലെ തന്നെ ബഡ്ജറ്റിന്റെ അവലോകന ചർച്ചയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ NK പ്രേമചന്ദ്രൻ സംസാരിക്കുകയുണ്ടായി. അതും വളരെ ഗംഭീരമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിദ്യാസമ്പന്നരായ, കേരളീയ സമൂഹം മാനിക്കുന്ന, ലോകസഭ ചെവി ഓർക്കുന്ന നല്ല MP-മാരെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ എല്ലാ കാലത്തും ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, BJP നേതൃത്വത്തോടെ ഒരു അപേക്ഷയുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പദ്ധതികൾ ധാരാളം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളർച്ചയും വികാസവും ഉണ്ടാവൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.